ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഴ്സണൽ വേഴ്സസ് പോർട്ട് വെയിൽ മത്സരത്തെ കുറിച്ചാണ്. നാളെ രാത്രി 11 മണിക്ക് UAE സമയം ഇംഗ്ലണ്ടിലെ പോർട്ട് വെയിലിന്റെ ഹോം ഗ്രൗണ്ടായ വെയിൽ പാർക്കിലാണ്. ഇത് ഇംഗ്ലണ്ടിലെ ലീഗ് 1-ൽ കളിക്കുന്ന ഒരു ടീമാണ്. ഇപ്പോൾ EFL കപ്പ് അഥവാ കരബാവോ എനർജി ഡ്രിങ്ക് ആണ് ഈ ചാമ്പ്യൻഷിപ്പ് സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കരബാവോ കപ്പ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. EFL കപ്പ് എന്നും കരബാവോ കപ്പ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ കപ്പിൽ കളിക്കുന്നത് ടോട്ടൽ 92 ടീംസ് ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 20 ടീംസും ലീഗ് 1, ലീഗ് 2, ചാമ്പ്യൻഷിപ്പ് എന്നീ മൂന്ന് സെറ്റ് കോമ്പറ്റീഷനിൽ നിന്നും ആയിട്ട് 72 ടീമുകളും പ്രീമിയർ ലീഗിലെ 20 ടീമും ടോട്ടൽ 92 ടീംസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ പ്രീമിയർ ലീഗിന് തൊട്ട് താഴെ വരുന്ന ലീഗ് 1-ൽ നിന്നുമുള്ള ക്ലബ്ബാണ് പോർട്ട് വെയിൽ. എന്നിരുന്നാലും ആർസണലിന് ഇതൊരു ടഫ് കോമ്പറ്റീഷൻ ആകാനുള്ള സാധ്യതയില്ല. ആർട്ടറ്റ എല്ലാ പ്രമുഖ താരങ്ങൾക്കും റെസ്റ്റ് കൊടുത്ത് ബെഞ്ചിലിരിക്കുന്ന താരങ്ങളെ ഇറക്കി പരീക്ഷിക്കാനാണ് സാധ്യത. നമുക്കറിയാം ആഴ്സണലിന്റെ സൈഡ് ബെഞ്ചിലിരിക്കുന്നവരെല്ലാം അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ആണ്. പലരും അവസരം കിട്ടാതെ ഇരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പ്രമുഖ പ്ലെയേഴ്സിനെയും ബെഞ്ചിലിരുത്തി സൈഡ് ബെഞ്ചിലുള്ള എല്ലാവർക്കും ഇന്ന് അവസരം നൽകും. അപ്പൊ അതില് ഇക്വഡോർ താരം ഹിൻകാപ്പിയെ, അതുപോലെ ഇംഗ്ലണ്ടിന്റെ ലെവിസ് കെല്ലി, ഡോമാൻ, പിന്നെ കെപ്പ, നോർഗാർഡൻ തുടങ്ങിയ നല്ല പ്ലെയേഴ്സ് ബെഞ്ചിലുണ്ട്. അവരെല്ലാം ഇന്ന് ഇറങ്ങുന്നതാണ് നമ്മൾ കണക്കാക്കുന്നത്. മാത്രമല്ല നമുക്ക് അടുത്ത ഞായറാഴ്ച പ്രീമിയർ ലീഗിലെ ടഫ് ഫിക്സ്ചർ ആണ്. സെന്റ് ജെയിംസ് പാർക്കിൽ പോയി ന്യൂകാസ്റ്റലിനെ നേരിടേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രമുഖ പ്ലെയേഴ്സിനെല്ലാം പരമാവധി റെസ്റ്റ് കൊടുത്ത് സെക്കൻഡ് ഹാഫിലെ 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് എല്ലാമേ കളിപ്പിക്കാൻ സാധ്യതയുള്ളൂ. പ്രമുഖ പ്ലെയേഴ്സ് എല്ലാം റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്കോർ ഒരു 3-0, 4-0 ആർസണൽ അത് ഫിനിഷ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഓക്കെ ഗൈസ്, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.